ലളിതേ ഓ ഇന്നലെ ഞാൻ നിന്റെ അടുത്ത് ഒരു 1000 രൂപ ചോദിച്ചായിരുന്നോ? ചോദിച്ചപ്പോഴും ഞാൻ ഇല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് ശരി. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇല്ലായിരുന്ന കാശ് ഇപ്പൊ നിനക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ എവിടുന്ന് കിട്ടി? കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പൈസ കൊടുക്കാന്ന് പറഞ്ഞിരുന്നോ? ഓ അതോ, അത് നമ്മുടെ പിങ്കിയെ സങ്കടപ്പെടുത്താതിരിക്കാൻ ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞാ. ഓ അപ്പൊ അമ്മയെ പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ? ഞാൻ ആരെയും പറ്റിക്കുന്നൊന്നുമില്ല. വേറെ പൈസ ആര് കൊടുക്കും? പൈസ അത് ആരെങ്കിലും ഒക്കെ കൊടുക്കും. ആരെങ്കിലും കൊടുക്കുന്ന? അതെ, നീ ഒരുമാതിരി വൃത്തിയോടെ കാണിക്കരുത് കേട്ടാ. എടി നീ പൈസ കൊടുത്തില്ലെങ്കിൽ അവസാനം കറങ്ങി തിരിച്ച് എന്റെ തലയിൽ വന്ന് വീഴുമെന്ന്. നിങ്ങൾ പെട്ടിക്കകത്ത് കുറെ കാശിരിപ്പില്ലേ, അതിനകത്ത് കുറച്ചെടുത്ത് കൊടുത്താൽ എന്താ കുഴപ്പം? പെട്ടിക്കകത്തിരിക്കുന്നു കുന്തം പറഞ്ഞു പറഞ്ഞപ്പോ പെട്ടിക്കകത്തൊന്നും ഇല്ലാതായല്ല. അല്ല മര്യാദയ്ക്ക് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ അവർക്ക് പൈസ കൊടുത്തോണം കേട്ടോ. പൈസ കൊടുത്തില്ലെങ്കിൽ എടി പൈസ കൊടുത്തില്ലെങ്കിൽ ചീത്തപ്പേരുണ്ടാവുമെന്ന്. ആർക്ക് ചീത്തപ്പേരുണ്ടാവും? കുടുംബത്തിനല്ല പിന്നെ ആർക്കാ? ഈ കുടുംബം നിങ്ങളുടെ അല്ല, എന്നാ നിങ്ങളങ്ങ് കൊടുക്കുന്നേ. ഒരുമാതിരി വിളച്ചെടുക്കില്ലേട്ടാ. ഒരു 5000 രൂപ. ഇതെന്താ ഇത് അച്ഛനും മോനും മാറി മാറി എന്നോട് കാശ് ചോദിക്കുന്നത്? എനിക്ക് എന്താ വല്ല നോട്ടടിയാണോ പണി? അമ്മ ഫോട്ടോഷൂട്ടിന് കുറഞ്ഞത് 10000 രൂപയെങ്കിലും ആവും. അതിൽ 5000 രൂപ അച്ഛമ്മ കൊടുത്തു. 5000 രൂപ അമ്മ കൊടുക്കൂലേ? എടാ 5000 ഒന്നുമല്ല, ഇവളെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങ് കേട്ടു. എന്റെ കൈ കുറഞ്ഞത് ഒരു 25000 രൂപയെങ്കിലും ഉണ്ട്. അത് വീടിന്റെ പല ഭാഗത്തായിട്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കാം. 25000 രൂപ. അതിൽ നിന്ന് നിനക്ക് ഒരു 1000 രൂപ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിച്ചാൽ നീ ഇപ്പൊ ചോദിച്ച 5000 രൂപ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് അങ്ങ് തരാം. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചാലോ? നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കും തരും. എന്നാ ഞാൻ കണ്ടുപിടിക്കും. പിന്നെ ഒരു കാര്യം, എന്നെ കളിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാൻ ഈ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന നോട്ടേ എനിക്ക് കൃത്യമായിട്ട് അറിയാം. നീ ആയിരിക്കും പ്രസിൽ നിന്ന് അച്ചടിച്ചോണ്ട് വന്നത്? ഞാനൊന്നും അല്ല അച്ചടിച്ചത്, അത് ഞാനൊരു കോഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഗവർണറുടെ സ്ഥാനത്ത് നിന്റെ ഒപ്പായിരിക്കും. എന്തൊരു തമാശ. ചിരിക്കടാ ഉത്തമ, ചിരിക്കടാ. ഞാൻ കണ്ടുപിടിക്കും, നോക്കിക്കോ. ചുമ്മാ അമ്മ പറയണല്ലേ. ഞാൻ ചുമ്മാ പറയുന്നൊന്നുമല്ല. സംഭവം എന്തറിയോ, നമ്മളിത് തപ്പി അങ്ങോട്ട് വീട് നടക്കും. അത് കണ്ട അമ്മക്ക് ചിരിക്കാം. അതിന് വേണ്ടിട്ടുള്ള ഐഡിയ നമ്പര് ആണല്ലേ? ഒന്നുമില്ല മക്കളെ ഉത്തമ, ഞാൻ നിന്റെ അച്ഛനാണ് കേട്ടാ. നിന്റെ അടവൊക്കെ എനിക്ക് മനസ്സിലായി. അമ്മ പൈസയൊന്നും വച്ചിട്ടില്ല, ഞാനതൊന്നും അന്വേഷിച്ചിറങ്ങണ്ട എന്ന് നീ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ നിനക്കെല്ലാം ഒറ്റയ്ക്ക് അങ്ങ് വിഴുകാമല്ലോ. എന്തോന്നൊക്കെ പറയണത്. എന്നാ നീ കേട്ടോ മക്കളെ, അങ്ങനെ ഇവിടെ ഒരു പൈസയില്ല, നമ്മളാരും അന്വേഷിച്ചിറങ്ങണ്ട കേട്ടാ. വെറുതെ എന്തിനാടാ സമയം കളയണത്? അത് തന്നെ ഞാനും പറഞ്ഞത്. അതുകൊണ്ട് നീ വേറെ എന്തെങ്കിലും പണി ചെയ്ത് നടക്ക് കേട്ടാ. കേട്ടാ അച്ഛമ്മ എന്താ ഇവിടെ കുത്തിയിരിക്കുന്നേ? എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേന്ന്? ഇങ്ങനെ അവക്ക് ഫോട്ടോ എടുക്കാൻ കാശ് കൊടുത്താരാ? അച്ഛമ്മയും അമ്മച്ചിയും. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന നേരത്തെ എന്നെ കൂടെ വിളിക്കണ്ടേ? വിളിക്കണ്ടേന്ന്. പിന്നെ വിളിക്കണ്ടേ? അവള് വിളിച്ചില്ലേ? ഇല്ല. അത് എന്തൊരു സ്വഭാവം അച്ഛമ്മ അവള് കാണിച്ചത്. ഞാൻ അവളെ വിളിക്കട്ടോ പോയി ഇങ്ങോട്ട്. എന്തിന്? എന്തിനെന്നോ, എൻ്റെ അച്ഛമ്മ അവള് പ്രസവിക്കുന്നതിന് മുമ്പ് ഇമാതിരി അഹങ്കാരം കാണിക്കുന്നെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തുമാതിരി അഹങ്കാരമായിരിക്കും കാണിക്കുന്നത്? നമുക്കിത് മുളയിലെ നുള്ളിക്കളയണ്ടേ? ഞാൻ എന്റെ അടുത്ത് വന്ന് എന്താ എടാ എന്റെ അടുത്തേ ഈ തുരുമ്പ് സ്വഭാവം എടുക്കരുത് കേട്ടാ. അച്ഛമ്മ ഞാൻ തുരുമ്പ് സ്വഭാവം ഇറക്കിയതല്ല. പിന്നെ അച്ഛമ്മയുടെ പൈസ കൊണ്ടല്ലേ അവൾ ഫോട്ടോഷൂട്ട് നടത്തുന്നേ. അപ്പൊ അച്ഛമ്മ വിളിക്കാതിരിക്കുന്നത് മോശമല്ലേ? ഞാൻ സത്യം പോലെ പറയും. അച്ഛമ്മയുടെ സ്വഭാവമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അറിയാമോ? നിന്റെ ചെവിയെ ഞാൻ പൊന്നാക്കും. ഞാനിപ്പോ എന്താണ്, കിളി വിളിക്കണോ വേണ്ടയോ? വേണ്ട, എനിക്ക് എന്തായാലും ഫോട്ടോ എടുക്കണം. അതിന്റെ കൂടെ മറ്റേ സാധനവും വേണം. ഏത് സാധനം? നിങ്ങൾ എടുത്ത ഫോട്ടോ ഇവിടെ ഇടൂല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട്. അതിന്റെ കൂടെ എന്തൊക്കെ എഴുതത്തില്ലേ? ക്യാപ്ഷൻ ഒക്കെ എഴുതും. ക്യാപ്ഷൻ. അത് രണ്ടും എനിക്ക് വേണം. ഞാൻ ഒപ്പിച്ചു തരാം, രണ്ടും ഒപ്പിച്ചു തരാം കേട്ടോ.